Joy to the world, the Lord is come. Let earth receive her King. Let every heart prepare him room. And heaven and nature sing, and heaven and nature sing, and heaven and nature sing. Joy to the world, the Lord is come. Let earth receive her King. Let every heart prepare him room. And heaven and nature sing, and heaven and nature sing, and heaven and nature sing. നമ്മുടെ 2024 നമ്മുടെ ക്രിസ്മസ് ഡിന്നറാണ് അല്ലേ? അതെ. അപ്പം നമുക്ക് മരിച്ചുകൊണ്ട് നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. ഇതെന്താ മനസ്സിലായത്? ഇതാണ് ബീഫ് മപ്പാസ്. ബീഫിന്റെ മപ്പാസും അതുപോലെ പാലപ്പവും അല്ലേ? പാലപ്പം. ഓക്കെ, അതിനകത്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഉരുളക്കിഴങ്ങൊക്കെ ചേർത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം ആദ്യം സംഭവം എങ്ങനെ ഉണ്ടെന്ന്. അതുപോലെ ഒരു പീസും എടുത്തിട്ടുണ്ടോ? ബീഫിന് നല്ല ഉറപ്പുണ്ട്, ടേസ്റ്റ് നല്ല റിച്ച് ആയിട്ടുള്ള ടേസ്റ്റ് ആയിട്ടുള്ള ബിരിയാണി, അടിപൊളി. അപ്പോൾ ഇത് കൂട്ടി നമുക്ക് പാലപ്പം അടിക്കാം. പാലപ്പവും സ്റ്റൂവും കഴിഞ്ഞിട്ട് പിന്നെ മീൻകറിയും മീൻ വറുത്തതും ചോറും മോരുകറിയും എല്ലാം കൂടി ഫുഡൊക്കെ കഴിച്ച് പിന്നെ നമ്മുടെ ആഘോഷങ്ങൾ അവസാനിക്കുന്നില്ല. ഈ രാത്രി മുഴുവനും നമ്മൾ ആ ചുറ്റുപാടുമൊക്കെ നടന്ന് നമ്മുടെ എന്താ പറയുക കംപ്ലീറ്റ് അലങ്കരിച്ചിരിക്കുകയാണല്ലോ, അതായത് ലൈറ്റ് കൊണ്ടും കാര്യങ്ങളും എല്ലാം. അപ്പം ശരിക്കും പറഞ്ഞാൽ ആഘോഷത്തിൻ്റെ ഒരു രാവ് തന്നെയാണല്ലേ ക്രിസ്മസ് എന്ന് പറയുന്നത്. ഇവിടെയാണെങ്കിൽ നമ്മൾ ഡ്രസ്സൊക്കെ ആണെങ്കിൽ ആ മെറി ക്രിസ്മസിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ചുമല ഡ്രസ്സൊക്കെ ഇട്ട് വീടൊക്കെ ആണെങ്കിൽ അതുപോലെ മനോഹരമായിട്ട് അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ. കണ്ടോ, ക്രിസ്മസ് പൂപ്പനെയും അതുപോലെ അതിൻ്റെ വിൻഡോയിലൊക്കെ ആണെങ്കിലും കസ്റ്റമായിട്ട് നമുക്ക് തന്നെ വാങ്ങിച്ച സാധനം കൊണ്ട് തന്നെയാണ് അപർണ അത് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, കണ്ടോ ചുമലയും ചെറിയൊരു ലൈറ്റിംഗ് ഒക്കെ വന്നിട്ടുണ്ട്, വളരെ മനോഹരമായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഇപ്പം ശരിക്കും പറഞ്ഞാൽ സമയം അല്പം വൈകിട്ടായെങ്കിലും സൂര്യൻ ഇതുവരെ അസ്തമിച്ചിട്ടില്ല. കണ്ടോ, വെളിച്ചം നമുക്ക് വെളിയിലുണ്ട്. ഇനി നമുക്ക് എന്നാ പറയുക, നമ്മുടെ കുറച്ച് ലഹരിയൊക്കെ നൂറുന്നതിന് ശേഷം നമുക്ക് വീണ്ടും നമുക്ക് പുറത്തേക്ക് പോയി നമ്മുടെ ആ കാഴ്ചകളൊക്കെ നമുക്ക് കാണണം. കാരണം എന്ന് വെച്ചാൽ ഇന്നത്തെ വെതർ എന്ന് പറഞ്ഞാൽ ഇവിടെ സാധാരണ ലോകം മുഴുവൻ തണുപ്പാണ് അല്ലേ. ക്രിസ്മസിൻ്റെ സമയം എന്ന് പറയുന്നത് നല്ല കോൾഡ് വെതറായിരിക്കും. പക്ഷേ ഇവിടെ മെൽബണിൽ ഞങ്ങൾക്ക് ഇവിടെ 24 ഡിഗ്രി ഉണ്ട്. അത്യാവശ്യം നല്ല സൂപ്പർ വെതറാണ് നമുക്ക് വെളിയിലേക്കൊക്കെ ഇറങ്ങി നടക്കാനായിട്ട്. ഞങ്ങൾ വിചാരിച്ചു ഓക്കെ ആ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ട് പിള്ളേരെ കൊണ്ടൊന്ന് നടന്ന് നമുക്ക് വെളിയിലോട്ടും കൂടെ പോയിട്ട് വരാം എന്നുള്ളൊരു മാനസികാവസ്ഥയിലാണുള്ളത്. കണ്ടില്ലേ, ഈ ഒരു സമയമായപ്പോഴത്തേക്കിനും ആ സ്പ്രിങ് സീസണൊക്കെ കഴിഞ്ഞിട്ട് പൂവൊക്കെ നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട്. കണ്ടോ, ഇഷ്ടംപോലെ റോസാ ചെടികളുണ്ട്. ഒരു ഏരിയ മുഴുവൻ റോസാണ്. കാരണം ആ വെതർ നന്നായിട്ട് വന്നപ്പോൾ ഈ ഭാഗത്ത് നന്നായിട്ട് സൂര്യൻ അടിക്കുന്ന സ്ഥലമായതുകൊണ്ട് നല്ല കിടുക്കനായിട്ട് പുഷ്പങ്ങളൊക്കെ വിരിഞ്ഞു വന്നിട്ടുണ്ട്. എനിവേ, അപ്പം നമുക്ക് പുറത്തേക്ക് പോയിട്ട് വരാം. ഓക്കെ, എന്തുവാടാ മുത്തേ ചെയ്ത് വെച്ചേക്കുന്നത്? കണ്ടോ, അതെ പ്രൊജക്ടറൊക്കെ വെച്ചിട്ട് വല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. പ്രൊജക്ടറെ നോക്കിയേ, അവിടെ തന്നെത്താനെ സാധനം വരുന്നുണ്ടോ? അതെ ഉണ്ടോ, ഗ്യാരേജ് ഡോറയിൽ സാധനം വന്നേക്കുക. ഓ എൻ്റെ പൊന്നെ, ഇനി ഇവിടെ മുതൽ കാഴ്ചയുടെ ഒരു മേളാങ്കം തന്നെയാണ് ചെയ്തേക്കുന്നത് കേട്ടോ. ഒരു വീട് കംപ്ലീറ്റ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സീനാണ് നമ്മൾ കാണുന്നത്. ഇതൊരു തുടക്കം മാത്രമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ പാഷനേറ്റായിട്ട് അവർ ചെയ്ത് തുടങ്ങിയേക്കുന്ന വർക്ക് അതുണ്ടാവും. ഇനി ഇത് നമ്മൾ നടന്നങ്ങ് ചെല്ലുമ്പം ഇതൊക്കെ ചെറുത് എന്ന് പറയുന്ന പോലെ അടുത്ത ഒരു മച്ച
ആ പുള്ളിക്കാരൻ ഒരു DJ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കണ്ടോ, പുള്ളിയുടെ വീടിൻ്റെ ഗ്യാരേജിനകത്ത് പുള്ളി ഒരു വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്മോക്ക് മെഷീനും അതുപോലെ നമ്മുടെ DJക്ക് വെക്കുന്ന കൂട്ടുള്ള ലേസറും പാർക്ക് ക്യാൻസും എല്ലാം കൂടെ വെച്ചിട്ട് ഒരു അന്യായ പരിപാടി. അതായത് ശരിക്കും പറഞ്ഞ ഒരു മേളാങ്കം എന്ന് തന്നെ പറയാം. നമ്മൾ ഈ ഭാഗത്തോടെ നടന്നു പോയി കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ടും അവിടെ നിന്ന് തുള്ളിയിട്ടേ പോവുള്ളൂ. പറഞ്ഞ മനസ്സിലായില്ലേ? ഇതാ നോക്ക്, ആ ഫുട്പാത്തിനെ ഒരു കമാനം പോലെ ചെയ്ത് വെച്ചേക്കാണ്. LED ചെറിയ ഈ പറഞ്ഞ പോലെ പുഷ്പം പോലെ തോന്നിക്കത്തക്ക രീതിയിലുള്ള ലൈറ്റും സാധനങ്ങളും വെച്ചുകൊണ്ട് അത് ചെയ്തേക്കുക. ഇവിടെയുള്ള ഈ ഡെക്കറേഷൻ ടീമുകളൊക്കെ ഇൻസ്പയർ ചെയ്യാവുന്ന ഒരു സാധനം തന്നെ ഇത് കേട്ടോ. കയറി വരുമ്പം അപ്പം മാരേജിൻ്റെയോ അല്ലെങ്കിൽ ബർത്ത്ഡേ ഫംഗ്ഷനൊക്കെ ശരിക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം. അതാ ഈ ഗ്യാരേജ് പുള്ളി ഒരു DJ ബാറാക്കി മാറ്റിയേക്കുക. അതല്ലോ നമ്മളിവിടെ വന്നപ്പോൾ നമ്മൾ അറിയാതെ ഇവിടെ സ്റ്റക്കായി പോകുന്നതാ. സ്മോക്ക് മെഷീനൊക്കെ വെച്ചിട്ട് ഒരു DJക്ക് എന്താണോ കാണുന്നത് അതേ സെയിം സെറ്റപ്പിലുള്ള കളവാണ് നടക്കണത്. നോക്കിയേ, സ്മോക്കൊക്കെ വന്നിട്ട് പിള്ളേരെല്ലാം അവിടെ നമ്മളൊന്നും പറഞ്ഞാലോ അവരെ ഓട്ടോമാറ്റിക്കായിട്ട് അതിനകത്ത് കയറി തുള്ളിപ്പോയി. മനസ്സിലായില്ലേ? ഇത് കണ്ടിട്ട് എനിക്കും റെസിസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല, ഞാനും കയറി തുള്ളി. അല്ല പിന്നെ നമ്മൾ എത്രയൊക്കെ പ്രായമായെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നതല്ലോ, ആ മനസ്സ് എപ്പോഴും നമ്മൾ വലുതാകുന്നില്ലോ. ശരീരത്തിനല്ലേ പ്രായം വെക്കുന്നുള്ളൂ, നമ്മുടെ മനസ്സ് എപ്പോഴും ചെറുതല്ലേ. നോക്ക്, ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കാണെങ്കിലും മൈസാറിനാണെങ്കിലും പിടിച്ചിരിക്കാൻ പറ്റില്ല. ഞങ്ങൾ കയറി അതിനകത്തൊരു ചെറിയ രീതിയിലുള്ളൊരു അവിടെ വെച്ചിരുന്ന ആ ഇംഗ്ലീഷ് പാട്ടിൻ്റെ സ്റ്റൈൽ അനുസരിച്ച് ഞങ്ങൾ ചുമ്മാ ചെറിയ സംഭവങ്ങളൊക്കെ ചെയ്യുകയാണ് ചെയ്തത്. മനസ്സിലായോ? സമയം ഇപ്പോൾ ഏകദേശം എത്രയാ, 10:45 രാത്രിയിൽ. 12 മണിയാകുമ്പം ഇതെല്ലാം ഇവർ ഓഫ് ചെയ്യും. ഒരു 12 മണി വരെയൊക്കെ മാക്സിമം ഇങ്ങനെ കിടത്തുള്ളൂ, കാണാറുള്ളൂ. പിന്നെ ചെറിയ ചെറിയ ഏതെങ്കിലും ലൈറ്റുകളൊക്കെ, അതായത് കയറി കിടന്നു കഴിഞ്ഞാൽ ആളുകൾ അത് നിർത്താറാണ് പതിവ്. കാരണം എന്തെങ്കിലും കത്തിപ്പിടിക്കുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാലേ. അപ്പം ഓൾവേസ് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുകയും എന്തൊക്കെ ചെയ്യുകയാണെങ്കിൽ റെസ്പോൺസിബിളി നമ്മളത് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ മുതൽ നഷ്ടപ്പെടാനുള്ളൊരവസ്ഥ ഉണ്ടാക്കരുത്. ഏതെങ്കിലും ഷോർട്ട് സർക്യൂട്ടോ എല്ലാം വന്നിട്ടേ. പറഞ്ഞ മനസ്സിലായി, അത് മാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. എനിവേ 2024 ക്രിസ്മസ് ഞങ്ങൾക്ക് പൊളിയായിരുന്നു. നല്ല രുചികരമായിട്ടുള്ള ആഹാരമൊക്കെ കഴിച്ച് എന്താ പറയുക, കുട്ടികളൊക്കെ ആയിട്ട് ഞങ്ങൾ കുറേ നടന്നിട്ടൊരു 1 മണിക്കൂർ എടുത്ത് ഞങ്ങൾ നടന്ന് ലാസ്റ്റ് നമ്മുടെ വീട്ടിൽ തിരിച്ചെത്തി. കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞ് ഈ പറഞ്ഞ പോലെ കുറേ കഴിഞ്ഞപ്പോഴും ഞങ്ങൾ വീണ്ടും സന്തോഷപരമായിട്ട് നമ്മൾ പിരിഞ്ഞു. ഇതാണ് നമ്മുടെ ഓരോ ആഘോഷങ്ങളും നമ്മൾ എന്താ പറയുക, ഓരോ അനുഭവങ്ങളാക്കി മാറ്റുക. നമുക്ക് കിട്ടുന്ന ഓരോ സമയവും നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൂടെയും നമ്മുടെ കൂട്ടുകാരുടെയും കൂടെയും നമ്മൾ എൻജോയ് ചെയ്യുക. ഓക്കെ, അത്രയേ ഉള്ളൂ. സന്തോഷമായിട്ട്